ഒട്ടേറെ വൈവിധ്യമാർന്ന കലാരൂപങ്ങളുള്ള നാടാണ് നമ്മുടേത്. അങ്ങനൊരു കലാരൂപത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. വളരെ കാലപ്പഴക്കമുള്ള ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ഒരു കലാരൂപമാണിത്. എൻ്റെ നാടായ പാലക്കാട് ജില്ലയിലെ മണ്ണൂർ എന്ന ഗ്രാമത്തിലെ കൈമകുന്നത്തുകാവ് എന്ന ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നും വളരെ പ്രാധാന്യത്തോടെ തോൽപ്പാവക്കൂത്ത് നടത്തിവരുന്നു. കാവിന് അഭിമുഖമായുള്ള കൂത്തുമാടത്തിലാണ് തോൽപ്പാവക്കൂത്ത് നടക്കുന്നത്. ഈ കൽവിളക്കുകൾ തെളിയിച്ച് തിരശീലയ്ക്ക് പിന്നിലാണ് കൂത്ത് നടക്കുക. രാത്രി 11 മണിയോടെ തുടങ്ങി വെളുപ്പിന് 4 മണിവരെ നീളുന്നതാണ് തോൽപ്പാവക്കൂത്ത്. പണ്ട് വീടുകളിൽ നിന്ന് കുടുംബസമേതം ആൾക്കാർ പായും മറ്റുമെടുത്ത് കൂത്ത് കാണാൻ വരുമായിരുന്നു. കാവിലെ മേളത്തിന്റെ അവസാനം വെളിച്ചപ്പാട് കാവിൽ നിന്നും ഇറങ്ങി കൂത്തുമാടത്തിന്റെ അരികിലെത്തുന്നു. കൂത്താരംഭിക്കാനുള്ള അനുവാദം നൽകുന്നതായിട്ടാണ് ഇതിനെ കരുതുന്നത്. പണ്ടുകാലത്ത് കൂത്തു കാണാൻ കൂത്തുമാടത്തിന്റെ പരിസരത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുമായിരുന്നു. രാമായണ കഥയാണ് തോൽപ്പാവക്കൂത്തിലൂടെ പറയുന്നത്. ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥയാണ് അരങ്ങേറുക. ഓരോ ദിവസവും തുടർക്കഥയായി പറഞ്ഞ് പട്ടാഭിഷേകം വരെ കഥ പറയുന്നു. മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പാവകളാണ് തോൽപ്പാവകൾ. രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും രൂപങ്ങൾ ഇതുപോലെ തോൽ ഉപയോഗിച്ചുണ്ടാക്കും. മലയാളവും തമിഴും കലർന്ന പാട്ടുരൂപത്തിലാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, രാവണൻ തുടങ്ങി രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും രഥം, ആയുധങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയവയും തോൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. പ്രൗഢഗംഭീരമായി നടന്നുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ കാണാനും ആസ്വദിക്കാനും ഇന്ന് ആൾക്കാർ വളരെ കുറവാണ്. കുട്ടികളായ നമ്മളിൽ പലർക്കും ഇതുപോലുള്ള കലാരൂപങ്ങളെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമാണുള്ളത്. പുതുതലമുറയിൽപ്പെട്ടവർക്ക് സോഷ്യൽ മീഡിയയും സിനിമയും അരങ്ങുവാഴുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള നല്ല നാട്ടുകലാരൂപങ്ങൾ കാണുവാൻ എവിടെ നിന്ന് സമയമല്ലേ? ഇതുപോലുള്ള കലാരൂപങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പ്രാചീന കലാരൂപങ്ങളെ നമുക്കൊന്നുകൂടി പിടിച്ചുയർത്തിക്കൊണ്ടുവരാം. നമ്മുടെ സംസ്കാരത്തെ നമുക്ക് പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അത് ചോദിച്ചു